ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ മൊഡ്യൂൾ 1 ആണ് MCN301. നിങ്ങൾക്ക് ആകെ ഒരു ദിവസം സ്റ്റഡി ലീവ് കിട്ടുന്നുള്ളൂ എന്നറിയാം. അപ്പം KTU നോട്ട്സും പിന്നെ എനിക്ക് ശേഖരിക്കാൻ പറ്റിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 6 ക്വസ്റ്റ്യൻ പേപ്പർ എന്തോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് രണ്ടും കൂടിയും ഒറ്റൊരു ഫോർമാറ്റിലാക്കിയിട്ട് ഒരു PDF ഫോർമാറ്റിലാക്കിയിട്ടുള്ള ഒരു നോട്ടാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ, അറ്റ്മോസ്ഫിയറിനെ കുറിച്ച്. ഇനി നിങ്ങൾക്ക് KTU നോട്ട്സ് അല്ലാതെ ഇനി പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് പഠിച്ചാൽ മതിയാക്കും കേട്ടോ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ ഒരു ഗ്രൂപ്പിംഗ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആദ്യം ക്ലാസിഫൈ ദ ലേയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം സർഫസ്. പിന്നെ ജസ്റ്റ് ചെയ്ത് ഡയഗ്രാം ഷോയിങ് ദ ലേയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കാറ്റഗറൈസ് ദ വേരിയസ് ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം എർത്ത് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം 10 മാർക്കിന് 8 മാർക്കിന് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. അപ്പം നമുക്ക് നോക്കാം. ലേയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ, ക്ലാസിഫിക്കേഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ഫീച്ചേഴ്സ്. Atmosphere is arranged in layers based on the temperature variation with the altitude. Okay, each layer has distinct characteristics and plays a very important role in life, climate and communication. നമുക്ക് ഓരോ നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇമേജ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം തന്നെ അപ്പോൾ ഇതൊരു ബ്ലാങ്കറ്റ് ഓഫ് ലെയർ ആണ് അല്ലേ, ബ്ലാങ്കറ്റ് ഓഫ് ലേയേഴ്സ് ആണ്. ആദ്യം തന്നെ അറ്റ്മോസ്ഫിയറിലുള്ളത് ഏതാ, ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ഇസ് ദ ലോവസ്റ്റ് ലെയർ. കണ്ട, 0 to 11, ഇവിടെ 20 കിലോമീറ്റേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്, അത് ഏത് വേണോ എഴുതാം. ഓക്കെ, 0 to 11 മാത്രം നമുക്ക് നോക്കാം. അവിടെ എക്സാമിന് എഴുതുമ്പോഴും നിങ്ങൾക്ക് വരച്ച് എഴുതുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു എർത്തിനെ വരച്ചതിന് ശേഷം ഇങ്ങനെ ട്രോപ്പോസ്ഫിയർ ഒരെണ്ണം വരക്കാം, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ ഇങ്ങനെ വരക്കാം. എന്നിട്ട് ഇവിടെ 11 കിലോമീറ്റേഴ്സ്, ഇവിടെ 11 to 50 കിലോമീറ്റേഴ്സ് അങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു കിലോമീറ്റർ റേഞ്ച് എഴുതിയാലും മതി, രണ്ടും കറക്റ്റാണ്. Troposphere is the lowest layer. It contains 70% of the atmospheric mass. Okay, അപ്പോൾ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ് എർത്തിൽ നിന്ന് നോക്കുമ്പോൾ. ദ വെദർ ഇവൻറ്റ്സ് ഒക്കർ ഹിയർ അല്ലേ, ക്ലൗഡ്സ്, റെയിൻഫോൾ, സ്റ്റോംസ്, ഫോഗ്, ഡസ്റ്റ് എല്ലാം ഈ ഒരു ട്രോപ്പോസ്ഫിയറിലായിരിക്കും കാണാൻ പറ്റുന്നത്. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ്. ഓരോ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് തണുക്കല്ലേ ചെയ്യുക, നമ്മൾ ഔട്ടർ സ്പേസിലോട്ട് പോകുമ്പോൾ കോൾഡ് ആവുകയാണ് ചെയ്യുന്നത്. അറ്റ് -6.4 degree Celsius per kilometer കണ്ടെയ്ൻസ് മോസ്റ്റ് വാട്ടർ വേപ്പർ ആൻഡ് എയറോസോൾസ്. വാട്ടർ വേപ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലേ, അതുകൊണ്ടാണ് വെദർ ആ ഒരു ഭാഗത്ത് ഒക്കെ ചെയ്യുന്നത്. അപ്പർ ബൗണ്ടറി ഇസ് നോൺ എസ് ട്രോപ്പോപോസ് അല്ലേ. അപ്പം സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും കൂടിയും ഡിവൈഡ് ചെയ്യുന്ന ആ ബൗണ്ടറിനെ പറയുന്ന പേരാണ് ട്രോപ്പോപോസ്, വിച്ച് സ്റ്റോപ്സ് മിക്സിങ് വിത്ത് ദ അപ്പർ ലേയേഴ്സ്. ഇനി സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ ആ 11 മുതൽ 50 കിലോമീറ്റേഴ്സ് വരെയുള്ള എല്ലാം സ്ട്രാറ്റോസ്ഫിയർ. ഇവിടെ ആയിരിക്കും നമ്മൾ പ്ലെയിൻസ് എല്ലാം ഫ്ലൈ ചെയ്യുന്നത്, ബിക്കോസ് ദ ഗെറ്റ് ദ മാക്സിമം ഫ്യൂവൽ എക്കോണമി ഇൻ ദിസ് ലെയർ. സ്റ്റേബിൾ ഡ്രയർ ലെയർ ആണ്, ഡ്രൈ ആണ് കുറച്ച്. മറ്റേടത്താണ് വെതർ എല്ലാം ഒക്കെ പറയുന്നത്. നോ ക്ലൗഡ്സ്, നോ സ്റ്റോംസ്, കണ്ടെയ്ൻസ് ഓസോൺ ലെയർ. വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രാറ്റോസ്ഫിയറിലായിരിക്കും ഓസോൺ ഉണ്ടാകുന്നത്. ഓസോൺ ലെയർ എന്താ ചെയ്യുന്നത്, പ്രൊട്ടക്ട്സ് ദ ഹാർംഫുൾ UV റേഡിയേഷൻ ഫ്രം ദ സൺ, റൈറ്റ്. ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഹൈറ്റ് ഡ്യൂ ടു ദ ഓസോൺ അബ്സോർപ്ഷൻ ഓഫ് UV റേസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിന്ന് നമ്മൾ 6.4 degree Celsius പെർ കിലോമീറ്റർ പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ടെമ്പറേച്ചർ വീണ്ടും കൂടും. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഓസോൺ അബ്സോർപ്ഷൻ ഓഫ് UV റേസ്. പിന്നെ എയർപ്ലെയിൻസ് ഞാൻ പറഞ്ഞേ, ഫ്ലൈ ഹിയർ ബിക്കോസ് ഓഫ് ലോ ടർബുലൻസ് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ഫ്യൂവൽ മതി, അതുകൊണ്ടാണ് എയർപ്ലെയിൻ അത്രയും ഓൾട്ടിറ്റ്യൂഡിൽ ഫ്ലൈ ചെയ്യുന്നത്. എൻസെറ്റ് സ്ട്രാറ്റോപോസ് അറിയാമല്ലോ, സ്ട്രാറ്റോസ്ഫിയറിലെ ബൗണ്ടറിക്ക് സ്ട്രാറ്റോപോസ്. ഇനി മീസോസ്ഫിയർ, അടുത്ത ലെയർ 50 to 80 kilometers കോൾഡസ്റ്റ് അറ്റ്മോസ്ഫിയർ ലെയർ ആണ്. -75 degree Celsius വരെ പോയിട്ടുണ്ട്. വെരി ലോ എയർ ഡെൻസിറ്റിയാണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. മീസോസ്ഫിയർ, മീറ്റിയോസ് ബേൺ അപ്പ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അവിടെയാണ് മീറ്റിയോസ് ബേൺ ചെയ്യുന്നത്. ഓക്കെ, മീസോസ്ഫിയറിലാണ് മീറ്റിയോസ് ബേൺ അപ്പ് ചെയ്യുന്നത്. കണ്ടെയ്ൻസ് അയനൈസ്ഡ് റീജിയൻ, ഡി ലെയർ. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ റേഡിയോ വേവ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള ഡി ലെയറും മീസോസ്ഫിയറിലാണ്. അപ്പം മീസോസ്ഫിയറിൽ ആരൊക്കെ ഉള്ളത്, എമ്മും ഡിയും. മീസോസ്ഫിയർ, മീറ്റിയോർ, ഡി ലെയറും. എൻഡറ്റ് മീസോപോസ്. ഇത് നമുക്ക് വെറുതെ ഒരു എക്സ്ട്രാ പോയിന്റ് ആട്ടോ. നമുക്ക് എന്ത് അറിയില്ലെങ്കിലും ഇത് എഴുതിയ ഒരു പോയിന്റ്, ഒരു മാർക്ക് എക്സ്ട്രാ കിട്ടാല്ലേ. പിന്നെ തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ബാക്കി 80 to 600 kilometer. അപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് ലെയർ ആണെന്ന് മനസ്സിലായി. ടെമ്പറേച്ചർ റൈസസ് ഷാർപ്ലി ഡ്യൂ ടു അബ്സോർപ്ഷൻ ഓഫ് സോളാർ റേഡിയേഷൻ. കണ്ടെയ്ൻസ് ദ അയനോസ്ഫിയർ. വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടെയ്ൻസ് അയനോസ്ഫിയർ. തെർമോസ്ഫിയറിലായിരിക്കും നമ്മൾ അയനോസ്ഫിയർ ഉണ്ടാവുക, ഇനേബിളിംഗ് ലോങ് ഡിസ്റ്റൻസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ തെർമോസ്ഫിയറിൽ ആരാളുള്ളത്, അയനോസ്ഫിയർ ഉണ്ട്, വിച്ച് ഇനേബിൾസ് ലോങ് ഡിസ്റ്റൻസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ സാറ്റലൈറ്റും സ്പേസ് ഷട്ടിലെല്ലാം ഈ ഒരു ലെയറിലായിരിക്കും ഓർബിറ്റ് ചെയ്യുന്നത്, നമുക്ക് കമ്മ്യൂണിക്കേഷനും റേഡിയോ കമ്മ്യൂണിക്കേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഹൈലി എഫക്റ്റഡ് ബൈ സോളാർ ആക്ടിവിറ്റി. ഇനി എക്സോസ്ഫിയർ, ഏറ്റവും അവസാനത്തെ ലെയർ, ഔട്ടർ മോസ്റ്റ് ലെയർ ആട്ടോ. അത് ഔട്ടർ മോസ്റ്റ് തിൻ ലെയർ ആണ് അവിടെ. ഓക്കെ, that transitions into the outer space. It contains very light gases such as hydrogen and helium. No clear boundary. Okay, outer space ആയിട്ട് ഒരു ക്ലിയർ ബൗണ്ടറി ഇല്ല. എക്സ്ട്രീംലി
ലോ പാർട്ടിക്കൽ ഡെൻസിറ്റി ആയിരിക്കും എക്സോസ്ഫിയർ ലെയറിലുള്ള. ഇനി അടുത്ത നമ്മൾ ഗ്രൂപ്പ് 2 ആയിട്ടുള്ള എന്തൊക്കെയാണ് ഡിസാസ്റ്റർ, ഹസാർഡ്, റിസ്ക്, കീ ടേംസ്. ഈ ടേംസ് എല്ലാം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടായിരുന്നു. നോക്കാം. ആദ്യം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്, ഡിസാസ്റ്റർ റെസ്പോൺസ്, അത് നമ്മൾ വഴിയെ പറയും. പിന്നെ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേം, അത് 6 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് ഇൻ കോൺടെക്സ്റ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് എന്താ, ക്രൈസിസ് കൗൺസിലിംഗ് എന്താ, എക്സ്പോഷർ എന്താ, ഏർലി വാർണിംഗ് സിസ്റ്റം എന്താ, ഡാമേജ് അസസ്മെൻറ്റ് എന്താ, റെസിലിയൻസ് എന്താ, നീഡ്സ് അസസ്മെൻറ്റ് എന്താ. ഇതെല്ലാം ഇത് മൊത്തത്തിൽ 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ദ ഫോളോയിങ്, ഡിസാസ്റ്റർ എന്താണ്, ഹസാർഡ് എന്താ, റിസ്ക് എന്താണ്, 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓരോന്ന് 2 മാർക്ക് വെച്ചിട്ട്. പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഹസാർഡ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ക്രൈസിസ് കൗൺസിലിംഗ്, ഐഡൻറ്റിഫൈ ദ നെസസിറ്റി ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ്, ടേംസ് റെസിലിയൻസ്, റിക്കവറി, ഏർലി വാർണിംഗ് സിസ്റ്റം വിത്ത് റെസ്പെക്ട് ടു ദ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്. പിന്നെ ഡിഫൈൻ കപ്പാസിറ്റി, ഏർലി വാർണിംഗ് സിസ്റ്റം, ഡിസാസ്റ്റർ പ്രിവെൻഷൻ, ഡിസാസ്റ്റർ റിസ്ക്. അപ്പോൾ ഈ ടെർമിനോളജീസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2-ൽ ഡിസാസ്റ്റർ, ഹസാർഡ്, റിസ്ക് ആൻഡ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഡിസാസ്റ്റർ? ഡിസാസ്റ്റർ ഇസ് എ സീരിയസ് ഡിസ്റപ്ഷൻ ടു ലൈഫ്, പ്രോപ്പർട്ടി, എൻവയോൺമെൻറ്റ് ഓർ എക്കോണമി വേർ ദ എഫക്റ്റഡ് കമ്മ്യൂണിറ്റി ക്യാൻ നോട്ട് കോപ്പ് യൂസിങ് ഇറ്റ്സ് ഓൺ റിസോഴ്സസ്. അതുകൊണ്ടാണ് ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്നത്. കോസസ് ഇൻക്ലൂഡ് നാച്ചുറൽ ഡിസാസ്റ്റർ ഓർ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നാച്ചുറലി ഒക്കർ ചെയ്യുന്നത്, സൈക്ലോൺസ്, എർത്ത് ക്വേക്ക് എല്ലാം അല്ലേ. ആൻഡ് ഹ്യൂമൻ മെയ്ഡിൽ എന്താണ്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് ക്യാൻ ഓൾസോ കോസ് ഡിസാസ്റ്റേഴ്സ്, റൈറ്റ്. ഇനി ഹസാർഡ് എന്താ? ഹസാർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഓർത്ത് വെച്ച്, ഹസാർഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം അല്ലേ. സംതിങ് വിച്ച് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം. എ ഹസാർഡ് ഇസ് എ ഡേഞ്ചറസ് ഇവൻറ്റ്, condition or phenomenon that has the potential to cause damage or loss. Okay, examples എന്താ? ഫ്ലഡ് ഒരു ഹസാർഡാണ്, കാരണം ഇറ്റ് ക്യാൻ കോസ് ഡാമേജ് ഓർ ലോസ്. ലാൻഡ് സ്ലൈഡ് ക്യാൻ കോസ് ഡാമേജ്. ടോക്സിക് ലീക്ക് ഹാം ഉണ്ടാക്കും അല്ലേ. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഹസാർഡ് പറഞ്ഞല്ലോ, ഹസാർഡ് ഇസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം, റൈറ്റ്. ആൻഡ് റിസ്ക് ഇസ് ദ ചാൻസ് that hazard can cause harm. Okay, അപ്പോൾ risk is the probability of harmful consequences resulting from the interactions between hazard and vulnerable conditions. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിൽ എഴുതി വെക്കാം. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് എന്ന് പറഞ്ഞാൽ ആ ചാൻസ് ആണ് ആ ഒരു ഹസാർഡ് ഒക്കർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇവന്മാർ രണ്ടും റിയലിസ്റ്റിക്കലി സംഭവിച്ചാൽ ഇറ്റ് കോസസ് ഡിസാസ്റ്റർ. മനസ്സിലായ? ഹസാർഡും റിസ്ക്കും എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് കോസസ് ഡിസാസ്റ്റർ. Hazard equal to risk equal to hazard into vulnerability divided by capacity. ഇനി ഡിസാസ്റ്റർ ഹസാർഡും തമ്മിൽ ഒന്നുകൂടി നോക്കാം. ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ ത്രെറ്റാണ്, ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഡാമേജ്. പക്ഷേ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഇവൻ്റ് ആണ്, ഇറ്റ് ഒക്കേഴ്സ്. ഹസാർഡ് മേ നോട്ട് ഓൾവേസ് കോസ് ഹാം. ഓക്കെ, ഡിസാസ്റ്റർ ഓൾവേസ് റിസൾട്ട്സ് ഇൻ എനി ലോസ്, സം ലോസ്. എക്സാമ്പിൾ ഓഫ് ഹസാർഡ് എന്ന് പറഞ്ഞാൽ സൈക്ലോൺ. ഓക്കെ, ചിലപ്പോൾ അടിയിൽ കൂടെ അല്ലെങ്കിൽ സൈഡിൽ കൂടെ അങ്ങ് പോകും, ഒരു കുഴപ്പമില്ല. പക്ഷേ സൈക്ലോൺ ഹിറ്റിംഗ് ദ പോപ്പുലേഷൻ ഇറ്റ് ഈസ് എ ഡിസാസ്റ്റർ അല്ലേ, ഇറ്റ് ലീഡ്സ് ടു ലോസ് ഓഫ് ലൈഫ്. ഇനി ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്താ? ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സും ഡിസാസ്റ്റർ റെസ്പോൺസും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. Activities done before a disaster to ensure an effective response. Examples: evacuation planning, drills, stockpiling supplies, training, etc. മെയിൻ ഫോക്കസ് എന്താ? ഡിസാസ്റ്റർ വരുന്നതിന് റെഡിനെസ്, എമർജൻസി റെഡിനെസ് ആണ്. Disaster response is the immediate actions taken during and after a disaster. അപ്പോൾ പ്രിപ്പയർഡ്നെസ് ബിഫോർ എ ഡിസാസ്റ്റർ, റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ എ ഡിസാസ്റ്റർ. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. എവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ ലോസ്റ്റ് ആയി കിടക്കുന്നു അവരെ സെർച്ച് ചെയ്ത് റെസ്ക്യൂ ചെയ്യുന്നു, മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയ റിലീഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിന് മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ലൈഫ് സേവിംഗ് ആണ്, കാരണം ഡിസാസ്റ്റർ ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനി റിലീഫും ലൈഫ് സേവിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ്. എക്സ്പോഷർ എന്താണ്? എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് എക്സ്പോസ് ആയിരിക്കുന്നത്? ദ നമ്പർ ഓഫ് പീപ്പിൾ, പ്രോപ്പർട്ടി ഓർ സിസ്റ്റംസ് ദാറ്റ് ആർ ലൊക്കേറ്റഡ് ഇൻ ഹസാർഡ് പ്രോൺ ഏരിയ. ഈ ഹസാർഡ് പ്രോൺ ഏരിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഡാമേജ്. ഹസാർഡ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം ഓർ ഡാമേജ് ഓർ ലോസ്. ഓക്കെ, അപ്പോൾ ഈ ഹസാർഡ് പ്രോൺ ഏരിയാസിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റംസ് ഉണ്ടെങ്കിൽ ദേ ആർ എക്സ്പോസ്ഡ്. അതിനാണ് എക്സ്പോഷർ എന്ന് പറയുന്നത് അല്ലേ. ഹയർ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഹയർ പൊട്ടൻഷ്യൽ ലോസ് ആണ്. ഓക്കെ, ഹയർ ലോസ് ഉണ്ടാകുന്നല്ല, ഹയർ പൊട്ടൻഷ്യൽ ടു കോസ് ലോസ്. വൾണറബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ അവൻ വൾണറബിൾ ആണ് എന്നൊക്കെ പറയൂലേ, വീക്ക്നെസ് എന്നാണ് അർത്ഥം.
ഓക്കെ, വീക്ക്നെസ് ദാറ്റ് മേക്സ് കമ്മ്യൂണിറ്റീസ് മോർ ലൈക്ലി ടു സഫർ ലോസസ്. ഓക്കെ, ഈ വൾണറബിലിറ്റിയിൽ തന്നെ നമുക്ക് ഫിസിക്കൽ വൾണറബിലിറ്റി, സോഷ്യൽ വൾണറബിലിറ്റി, എക്കണോമിക് വൾണറബിലിറ്റി, എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി എന്ന് പറയാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫിസിക്കൽ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അതൊരു വീക്ക്നെസ് ആണ്. കാരണം വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഫോൾ അല്ലെങ്കിൽ കൊളാപ്സ്. ഒരു ചെറിയൊരു മഴയോ ചെറിയൊരു കാറ്റ് വീഴുമ്പോൾ തന്നെ സ്ട്രോങ് വിൻഡ് വീണാൽ ആ വീട് നല്ല രീതിയിൽ പണി ചെയ്തില്ലെങ്കിൽ അത് കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സോഷ്യൽ വൾണറബിലിറ്റി എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇപ്പുറത്തെ നെയ്ബറിങ് ഏരിയാസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, അയ്യോ ഒരു ഡിസാസ്റ്റർ വരുന്നുണ്ടെന്ന്. അത് കാരണം അവരറിയത്തില്ല, ഡിസാസ്റ്റർ വന്ന് പോവുകയും ചെയ്യും. എക്കണോമിക് ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ലിമിറ്റഡ് ഇൻകം ആണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഇല്ല വെക്കാൻ, ഒരു നല്ലൊരു ഫൗണ്ടേഷൻ ഉള്ള ഒരു വീട് വെക്കാൻ പൈസ ഇല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ എടുത്തുകൊണ്ട് പോകും. പിന്നെ എൻവയോൺമെൻറ്റൽ എന്ന് പറയുമ്പോൾ നാച്ചുറലി പ്രോൺ ടു ഹസാർഡ് ഏരിയാസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പോസ്ഡ് ഏരിയാസ്. പിന്നെ കോസ്റ്റൽ ഏരിയാസ് എക്സ്പോസ്ഡ് ആണ് ടു ഹറിക്കെയിൻസ് എക്സെട്ര. അപ്പോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിസോഴ്സസ്, സ്കിൽസ്, സ്ട്രെങ്ത് ആൻഡ് എബിലിറ്റീസ് ദാറ്റ് ഹെൽപ്പ് എ കമ്മ്യൂണിറ്റി ടു റെസിസ്റ്റ്, absorb and recover from disasters. Example, trained volunteers, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, എക്യുപ്മെൻറ്റ്, ഇതെല്ലാം ഒരു ഏരിയയിൽ ഉള്ള കപ്പാസിറ്റിയാണ്. ഓക്കെ, ഇവർക്ക് അതിനുള്ള അവരുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ട്, അവർക്ക് അതിനുള്ള ട്രെയിൻഡ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, അവർക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ദേ ക്യാൻ റെസിസ്റ്റ് ദ ഡിസാസ്റ്റേഴ്സ്, റൈറ്റ്. ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വാർണിംഗ് പെട്ടെന്ന് തന്നെ വാർണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന് സിസ്റ്റം ദാറ്റ് ഗീവ്സ് ടൈംലി അലേർട്ട് അബൌട്ട് ദ അപ്രോച്ചിങ് ഹസാർഡ്. വരുന്ന ഹസാർഡിനെ കുറിച്ച് ഒരു ടൈംലി അലേർട്ട് കൊടുക്കുന്നതിനാണ് ഏർലി വാർണിംഗ് സിസ്റ്റം. മുന്നേ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് നമ്മളെ ഫോണിലെല്ലാം വരില്ലേ, ശക്തമായ മഴ വരാൻ സാധ്യതയുണ്ടെന്നെല്ലാം, അതെല്ലാം ഏർലി വാർണിംഗ് സിസ്റ്റത്തിൽ വരുന്നതാണ്. കമ്പോണൻസ്, മോണിറ്ററിംഗ്, ഫോർകാസ്റ്റിംഗ്, communication and public action. Disaster prevention, actions taken to avoid the occurrence of a disaster. Okay, പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആണ്. ഡിസാസ്റ്റർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആക്ഷൻസ് ആണ്. Actions taken to avoid the occurrence of the disaster completely. Example, banning construction on flood plains. കാരണം അവിടെ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ വന്നാൽ അത് ഫ്ലഡ് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. ബാനിങ് കൺസ്ട്രക്ഷൻ. എൻഫോഴ്സിങ് ബിൽഡിംഗ് കോഡ്സ്, നാഷണൽ ബിൽഡിംഗ് കോഡ്സ് എന്നെല്ലാം പറഞ്ഞ ബിൽഡിംഗ് കോഡ്സ് ഉണ്ട്. അത് ഡിസാസ്റ്റർ പ്രിവെൻഷന് സപ്പോർട്ട് ചെയ്യുന്നൊരു കോഡാണ്. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, DRR. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, എങ്ങനെ നമുക്ക് ഒരു ഡിസാസ്റ്ററിൻ്റെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാം? അതിൻ്റെ ഡെഫിനിഷൻ എന്താ? സിസ്റ്റമാറ്റിക് എഫേർട്സ് ടു റെഡ്യൂസ് ഡിസാസ്റ്റർ റിസ്ക് ബൈ ലോവറിംഗ് ദ എക്സ്പോഷർ ആൻഡ് വൾണറബിലിറ്റി. എന്താണ് എക്സ്പോഷർ എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് വൾണറബിലിറ്റി എന്ന് പറഞ്ഞു. ആൻഡ് ഇംപ്രൂവിങ് ദ പ്രിപ്പയർഡ്നെസ്, ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ ഉള്ള പ്രിപ്പയർഡ്നെസ്സും ഇംപ്രൂവ് ചെയ്യുന്നു. ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്, DRM. ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് എന്താ? ദ ഓർഗനൈസേഷണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് യൂസ് ടു അപ്ലൈ പോളിസീസ്, skills and capacities to reduce disaster impact. Damage assessment എന്താ? ഡാമേജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അസസ് ചെയ്യാണ്. ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ലോസസ് ടു ലൈഫ്, എത്ര ലൈഫ് ലോസ്റ്റ് ആയി, പിന്നെ പ്രോപ്പർട്ടി എത്ര നശിച്ചു പോയിന്ന്, അഗ്രികൾച്ചറൽ ലോസ് എത്ര ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചറൽ ലോസ് എത്ര ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡിസാസ്റ്റർ യൂസ് ഫോർ റിലീഫ് ആൻഡ് റിക്കവറി പ്ലാനിങ്. ക്രൈസിസ് കൗൺസിലിംഗ്. ഓക്കെ, ക്രൈസിസ് കൗൺസിലിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിസാസ്റ്റർ വന്നപ്പം ആ ഒരു ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ്. നൗ പ്രൊവൈഡിങ് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് ടു അഫക്റ്റഡ് പീപ്പിൾ. ഡിസാസ്റ്റർ കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ടല്ലോ, അവർക്ക് ഒരു ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കലാണ് ഈ ക്രൈസിസ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു റെഡ്യൂസ് ട്രോമ, ഫിയർ, സ്ട്രെസ്, ഷോക്ക് ആൻഡ് ആങ്സൈറ്റി. ഇറ്റ് ഹെൽപ്സ് സ്റ്റെബിലൈസ് വിക്ടിംസ് ആൻഡ് റെഡ്യൂസ് ലോങ് ടേം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. നീഡ് ഫോർ ക്രൈസിസ് കൗൺസിലിംഗ്. എന്തിനാണ് ക്രൈസിസ് കൗൺസിലിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നത്? ഈ ക്രൈസിസ് കൗൺസിലിംഗ് സാധാ കൗൺസിലിംഗ് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. വൈ ഡു യു നീഡ് എ ക്രൈസിസ് കൗൺസിലിംഗ്? ടു പ്രിവെൻറ്റ് ദ പാനിക്. ഓക്കെ, ടു റെഡ്യൂസ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ. വീടും അവർ സമ്പാദിച്ചു വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണ് അവരെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രൈസിസ് കൗൺസിലിംഗ് ഈസ് നെസസറി. ഹെൽപ്സ് വിക്ടിംസ് കോപ്പ് ആൻഡ് റിക്കവർ, സപ്പോർട്ട്സ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റീസ്റ്റോഴ്സ് ദെയർ കോൺഫിഡൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റെസിലിയൻ്റ് ആയി നിൽക്കും, ഞാൻ അവിടെ നിന്ന് മാറില്ല എന്നൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ എന്തും തരണം ചെയ്യാനുള്ള കഴിവ്, അതാണ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ. ദ എബിലിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി ടു വിത്ത്സ്റ്റാൻഡ്, അബ്സോർബ്, അഡാപ്റ്റ് ടു ആൻഡ് റിക്കവർ ഫ്രം ദ ഡിസാസ്റ്റേഴ്സ്
ക്വിക്ക്ലി. റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസാസ്റ്റർ നടന്നതിന് ശേഷം പോസ്റ്റ് ഡിസാസ്റ്റർ ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് റിസ്റ്റോറിങ് നോർമൽ ലിവിങ് കണ്ടീഷൻ, തിരിച്ച് നോർമൽ ലിവിങ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിക്കവറി ചെയ്യുന്നത്. നോർമൽ ലിവിങ് കണ്ടീഷൻസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ലൈവ്ലിഹുഡ്. നീഡ്സ് അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ഐഡൻറ്റിഫൈയിങ് ദ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സ്. നമുക്ക് വാൺസും ഉണ്ട് നീഡ്സും ഉണ്ട് അല്ലേ, പറഞ്ഞിട്ടില്ല. അതിൽ നീഡ്, നമുക്ക് ആവശ്യകത എന്താ, നമ്മളെ ആവശ്യകത എന്താണ് ഒരു ഡിസാസ്റ്ററിന് ശേഷം. ഓക്കെ, ഐഡൻറ്റിഫൈയിങ് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സ് സച്ച് എസ് ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, മെഡിസിൻ, സാനിറ്റേഷൻ, ഇതൊക്കെ നമ്മുടെ ആവശ്യകതയാണ്. ഒരു കാർ മേടിക്കുന്നത് നമ്മുടെ ആവശ്യകതയല്ല, ഇറ്റ്സ് അവർ വാണ്ട് ഡിസാസ്റ്ററിന് ശേഷം. നൗ ഗ്രൂപ്പ് 3 റോക്സും ലിത്തോസ്ഫിയർ. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 അടുത്ത ഗ്രൂപ്പ് റോക്സും ലിത്തോസ്ഫിയറും സോയിൽസ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇഗ്നിയസ്, സെഡിമെന്ററി ആൻഡ് മെറ്റമോർഫിക് റോക്സ്. പ്രൊവൈഡ് എക്സാമ്പിൾസ്. 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ്. വീണ്ടും 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്താണ്? എക്സ്പ്ലെയിൻസ് കോമ്പോസിഷൻ ആൻഡ് ഫീച്ചേഴ്സ്. 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ദ കോമ്പോസിഷൻ ഓഫ് ലിത്തോസ്ഫിയർ. വേറെ എടുത്ത് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ലിത്തോസ്ഫിയറിനെ കുറിച്ച് പറയാം. എന്താ ലിത്തോസ്ഫിയർ? ലിത്തോസ്ഫിയർ ഇസ് ദ റിജിഡ് ഔട്ടർ ലെയർ ഓഫ് എർത്ത് കൺസിസ്റ്റിംഗ് ഓഫ് ക്രസ്റ്റ്, മാൻഡിൽ, ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. നമുക്കറിയാം ഒരു എർത്തിൻ്റെ അകത്ത് ഏറ്റവും അകത്ത് കോറുണ്ട്, മാൻഡിലുണ്ട്, ക്രസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പം ഈ മാൻഡിലിൻ്റെ ടോപ്പ് പോർഷനും പിന്നെ മൊത്തമുള്ള ക്രസ്റ്റും ആണ് ലിത്തോസ്ഫിയർ മേക്കപ്പ് ചെയ്യുന്നത്. ദ ലിത്തോസ്ഫിയർ ഇസ് എ റിജിഡ് ഔട്ടർ ലെയർ ഓഫ് എർത്ത് കൺസിസ്റ്റിംഗ് ഓഫ് ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ മാൻഡിൽ. ഇത് കോറ്, ആ അപ്പർ മാൻഡിൽ കുറച്ച് ഏരിയയും പിന്നെ നമ്മുടെ ക്രസ്റ്റും. ഇതാണ് ലിത്തോസ്ഫിയറിൻ്റെ ഏരിയ. ഓക്കെ, 30 to 40 കിലോമീറ്റേഴ്സ് തിക്കാണ് ലിത്തോസ്ഫിയറിൻ്റെ ഏരിയ. അങ്ങനെ ഓഷ്യാനിക് ലിത്തോസ്ഫിയർ 5 to 8 കിലോമീറ്റർ തിക്കുള്ളൂ. എന്താണ്? കണ്ടെയ്ൻസ് മിനറൽസ്, റോക്സ് ആൻഡ് സോയിൽ. നമ്മൾ റോക്സും സോയിൽസും ലിത്തോസ്ഫിയറിനെ കുറിച്ച് പറയാൻ കാരണം ഈ ലിത്തോസ്ഫിയറിലാണ് നമ്മൾ റോക്സും സോയിലെല്ലാം കാണപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് റോക്സിൻ്റെ ടൈപ്സും നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തത്. മേജർ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ലിത്തോസ്ഫിയറിൽ കാണുന്ന? ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, അയൺ, കാൽഷ്യം, സോഡിയം. നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത് ലിത്തോസ്ഫിയറിൽ നിന്ന് തന്നെയാണ്. 30 to 40 കിലോമീറ്റർ തിക്കല്ലേ. ഡിവൈഡഡ് ഇൻ ടു മേജർ ടെക്ടോണിക് പ്ലേറ്റ്സ് ദാറ്റ് മൂവ് ഓവർ ദ ആസ്തനോസ്ഫിയർ. ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ്. ലിത്തോസ്ഫിയറിലുള്ള റോക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അല്ല, റോക്സ് ലിത്തോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ലിത്തോസ്ഫിയറിലുള്ള റോക്സ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് എന്തൊക്കെയാണ്? ഇഗ്നിയസ് ഉണ്ട്, മെറ്റമോർഫിക് ഉണ്ട്, സെഡിമെന്ററി ഉണ്ട് അല്ലേ. ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റമോർഫിക്. ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോം ബൈ കൂളിംഗ് ആൻഡ് സോളിഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ. അപ്പോൾ ഇഗ്നിയസ് എന്ന് പറയുമ്പോൾ മോൾട്ടൺ മാഗ്മാനെ എന്താണ് കൂളിംഗ് അല്ലെങ്കിൽ കൂളിംഗ് ആൻഡ് സോളിഡിഫിക്കേഷൻ സംഭവിച്ചാൽ we get a rock and that rock is called igneous rock and they are hard and crystalline and compact. Examples ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഓക്കെ, ഇഗ്നിയസ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്രാനൈറ്റ്, GN എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഗ്രാനൈറ്റിൻ്റെ കൂടെ വേറെ ആരാളോ ബസാൾട്ട്. സെഡിമെന്ററി എന്ന് പറയുമ്പോൾ ഫോം ബൈ ഡെപ്പോസിഷൻ, കോമ്പാക്ഷൻ ആൻഡ് സിമെന്റേഷൻ ഓഫ് സെഡിമെന്റ്സ്. അപ്പോൾ സെഡിമെന്റ്സ് എല്ലാം കൂടി അടങ്ങി കൂടിയിട്ട് അവന്മാരെല്ലാവരും കൂടി ആ ഹൈ പ്രഷറിൽ അടിയിൽ ഇങ്ങനെ അടങ്ങി കുറേ കാലം കഴിയുമ്പോൾ, മില്യൻസ് ഓഫ് ഇയേഴ്സ് എല്ലാം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അവന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് ആ ഒരു ഹൈ പ്രഷർ കാരണം ഒരു റോക്ക് പോലെ ആവും. അതാണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. സിമെന്റേഷൻ ഓഫ് സെഡിമെന്റ്സ് മേ കണ്ടെയ്ൻ ഫോസിൽസ് യൂഷ്വലി ലെയർഡ്. കാരണം ഫോസിൽ കണ്ടെയ്ൻ ചെയ്യും, കാരണം മില്യൻസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാൽ സെഡിമെന്ററി റോക്സ് ഉണ്ടാകുന്നുള്ളൂ. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ഷെയിൽ എക്സെട്ര. അപ്പോൾ സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ വെറുതെ നോക്ക്. സെഡിമെന്ററി സാൻഡ്സ്റ്റോൺ ലൈംസ്റ്റോണും 2 സ്റ്റോണും. പിന്നെ മെറ്റമോർഫിക് റോക്സ് എന്താ? ഫോംഡ് വെൻ എക്സിസ്റ്റിംഗ് റോക്സ് ചേഞ്ച് ഡ്യൂ ടു ഹീറ്റ് ആൻഡ് പ്രഷർ വിത്തൗട്ട് മെൽറ്റിംഗ്. എക്സിസ്റ്റിംഗ് റോക്ക് എന്താണ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡ്യൂ ടു ഹീറ്റ് ആൻഡ് പ്രഷർ വി കോൾ ദാറ്റ് റോക്സ് ടു ബി മെറ്റമോർഫിക് റോക്ക്. മോർഫ് ചെയ്തു, അതായത് ട്രാൻസ്ഫോം ചെയ്തു വിത്തൗട്ട് മെൽറ്റിംഗ്. എക്സാമ്പിൾ മാർബിൾ ഫ്രം ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഡിമെന്ററി റോക്കാണല്ലേ. സെഡിമെന്ററി റോക്സിൽ വരുന്നതാണ് ലൈംസ്റ്റോൺ. അത് ട്രാൻസ്ഫോം ചെയ്താൽ അല്ലെങ്കിൽ അത് മോർഫ് ചെയ്താൽ എന്താണ് മാർബിളാവും. അതുകൊണ്ടാണ് മാർബിൾ മെറ്റമോർഫിക് റോക്സിൽ വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു മെറ്റമോർഫിക് മാർബിൾ, സെഡിമെന്ററി സാൻഡ്സ്റ്റോൺ, ഇഗ്നിയസിലെ GN എന്ന് പറയുമ്പോൾ ഗ്രാനൈറ്റ്. ഓക്കെ, ഗ്രാനൈറ്റ് ആണ് അടുത്ത ബസാൾട്ട്. ഇനി ഡിഫറൻസസ് നോക്കി നോക്കാം. ഇഗ്നിയസ് റോക്സ് എന്ന് പറയുമ്പോൾ മാഗ്മാണ്. ഇത് ഇവിടെ സെഡിമെൻറ്റ് എല്ലാം കൂടിയും കോമ്പാക്ഷൻ സംഭവിച്ചിട്ടാണ് വരുന്നത്. മെറ്റമോർഫിക് എന്ന് പറയുമ്പോൾ മോർഫ്, പ്രീ എക്സിസ്റ്റിംഗ് റോക്സ് തന്നെ മോർഫ് ചെയ്യുമ്പോൾ മെറ്റമോർഫിക് റോക്കാണ്. ദീസ് ആർ ഹാർഡ് ക്രിസ്റ്റലൈൻ റോക്സ്. സെഡിമെന്ററി എന്ന് പറയുമ്പോൾ ലെയർ ആണ്, മേ ഹാവ് ഫോസിൽസ് ഇൻ ദ. മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റലൈൻ ആൻഡ് ഫോളിയേറ്റഡ് ആയിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്. സെഡിമെന്ററി ആണെങ്കിൽ സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ. മെറ്റമോർഫിക് ആണെങ്കിൽ മാർബിൾ, സ്ലേറ്റ്.
ഇന്ത്യൻ മൺസൂൺ ഇനി അടുത്ത മൺസൂണും സൈക്ലോൺസും വെതറിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ മൺസൂൺ എന്താ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇന്ത്യൻ മൺസൂൺ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്ത്യൻ മൺസൂൺ 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മൺസൂൺ എന്താണെന്ന് വീണ്ടും 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2 ടൈപ്സ് ഓഫ് മൺസൂൺ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് 3 മാർക്ക്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൺസൂൺ എന്താ? ഇന്ത്യൻ മൺസൂൺ മെക്കാനിസം. മൺസൂൺ ഇസ് ദ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ്സ് കോസ്ഡ് ബൈ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. ഓക്കെ, അപ്പോൾ മൺസൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ്. ഓരോ സീസണിലും നമ്മൾ വിൻഡ് റിവേഴ്സ് ചെയ്യും. എന്തുകൊണ്ടാണ് റിവേഴ്സ് ചെയ്യുന്നത്? ഡ്യൂ ടു ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ സീ ഹീറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും ഈ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓർ വി കോൾ ദാറ്റ് ടു ബി മൺസൂൺ സീസൺ എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ ലാൻഡാണ് ഹീറ്റാകുന്നതെന്ന് വിചാരിച്ചോ. ലാൻഡ് ഹീറ്റായ അതിനർത്ഥം എന്താ? പ്രഷർ കുറയും. ലാൻഡ് ഹീറ്റായ ആ ലാൻഡിലുള്ള പ്രഷർ കുറയുമല്ലോ. ലാൻഡിലുള്ള പ്രഷർ കുറയാന്ന് പറഞ്ഞാൽ അതിനർത്ഥം റിലേറ്റീവ്ലി നമ്മുടെ സീയിലെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ പ്രഷർ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ് വരുന്നത്. അപ്പോൾ സീയിലുള്ള വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ സീൻ്റെ മുകളിലുള്ള വിൻഡ് എന്ത് ചെയ്യും? ലോ പ്രഷർ ഏരിയ ആയിട്ടുള്ള ലാൻഡിലോട്ട് വരും. അങ്ങനെയാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ്? അതായത് നമ്മുടെ ലാൻഡ് ഹീറ്റായി എന്ന് വിചാരിച്ചോ. ലാൻഡ് ഹീറ്റ് ആകുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ട് വിൻഡ് വരും. വിൻഡ് ഫ്രം അറേബ്യ കംസ്. ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് വിൻഡ് ഇങ്ങനെ വന്നു ഇവിടെ മഴ പെയ്യിപ്പിക്കുമ്പോൾ വി ഗെറ്റ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. നമ്മൾ കേരളയിലെല്ലാം വരുന്ന ലോങ്ങസ്റ്റ് ഡ്യൂറേഷനുള്ള മൺസൂണാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. അല്ലാതെ വേറെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ലാൻഡ് ഹീറ്റ് ഫാസ്റ്റർ, ലോ പ്രഷർ റീജിയൻ ഇസ് ക്രിയേറ്റഡ് ഓവർ ദ നോർത്ത് ഇന്ത്യ. മോസ്റ്റ് വിൻഡ്സ് ഫ്രം ഇന്ത്യൻ ഓഷ്യൻ ബ്ലോ ടുവേർഡ്സ് ദ ലാൻഡ്. അല്ലേ, കോസസ് ഹെവി റെയിൻഫോൾ ഓവർ മോസ്റ്റ് ഓഫ് ഇന്ത്യ. ഈ ഒരു ഭാഗം മൊത്തത്തിൽ എന്താണ് ഈ ഒരു ഫിനോമിനൻ തന്നെ നടക്കുന്നത്. ടെമ്പറേച്ചർ കൂടും, പ്രഷർ കുറയും. അങ്ങനെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണെങ്കിൽ ഒക്ടോബർ ടു ഡിസംബർ. സൗത്ത് വെസ്റ്റ് മൺസൂൺ നമുക്കറിയാമല്ലേ, ജൂൺ ടു സെപ്റ്റംബർ കാലാവധിയിലുള്ള. നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണെങ്കിൽ ഒക്ടോബർ ടു ഡിസംബർ ആ ഒരു കാലയളവിലാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാണപ്പെടുന്നത്. ലാൻഡ് കൂൾസ് ഫാസ്റ്റർ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പം ഇവിടെ ആണെങ്കിൽ ലാൻഡ് ഹീറ്റ് ഫാസ്റ്റ് ആയതുകൊണ്ടാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നത്. ഞാൻ ഇത് വരച്ച് വെച്ചതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ മനസ്സിലാക്കാനാണ്. കേട്ടോ, സൗത്ത് വെസ്റ്റ് നമ്മളെ കേരള ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ. പിന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വരുന്നത് പറഞ്ഞാൽ ഈ തമിഴ്നാട് ആ ഭാഗത്താണ്. അതായത് ഇവിടെ ലാൻഡ് ഫാസ്റ്റർ കൂൾ ചെയ്യുമ്പോൾ പ്രഷർ ഇവിടെ കൂടും. അപ്പോൾ നോർമലി പ്രഷർ നമ്മുടെ സീൻ്റെ ഇവിടെ കുറയും. അപ്പം തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിന് പകരം പ്രഷർ കൂടുതൽ നമ്മളെ ലാൻഡിലല്ലേ, ലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് പോകും. ഓക്കെ, ഔട്ട്വേർഡ് പോകും. ലാൻഡ് കൂൾസ് ഫാസ്റ്റർ, ഹൈ പ്രഷർ ഓവർ ഇന്ത്യ, വിൻഡ് ബ്ലോസ് ഫ്രം ലാൻഡ് ടു സീ, ഗീവ്സ് റെയിൻഫോൾ ടു തമിഴ്നാട്, ഈസ്റ്റ് കോസ്റ്റ് എക്സെട്ര. തമിഴ്നാട് ആൻഡ് ഈസ്റ്റ് കോസ്റ്റ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൺസൂൺ എന്താണ്? നമുക്കറിയാം, ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടറാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. പിന്നെന്താ? പൊസിഷൻ ഓഫ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. എന്താണ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ? അത് ഒന്നുമില്ല. അതായത് ട്രേഡ് വിൻഡ്സ്, നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറിനും വരുന്ന ട്രേഡ് വിൻഡ്സിൻ്റെ കൺവേർജ് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ITCZ. ഓക്കെ, ഈ ITCZയിൽ എന്താ ഉള്ള ITCZൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതിനനുസരിച്ച് മൺസൂൺ മാറും. മൺസൂണിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയെല്ലാം ചെയ്യും, റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാം. പിന്നെ എൽ നീനോ ലാ നീന എന്നെല്ലാം പറയുന്ന പാറ്റേൺസ് ഇൻ പസഫിക് ഓഷ്യനാണ്. ആ പസഫിക് ഓഷ്യൻ്റെ പാറ്റേൺ മാറുന്നതനുസരിച്ചും വെതറിന് ചേഞ്ചസ് വരും, ക്ലൈമറ്റ് ചേഞ്ചസ് വരും, മൺസൂൺ ചേഞ്ചസ് വരും. പിന്നെ ഹിമാലയൻ മൗണ്ടൻ ബാരിയർ അതിനനുസരിച്ചും അതൊരു ഫാക്ടറാണ് അഫക്റ്റിംഗ് മൺസൂൺ. ജെറ്റ് സ്ട്രീംസ്, സീ സർഫസ് ടെമ്പറേച്ചർ ഇസ് എ ഫാക്ടർ അഫക്റ്റിംഗ് മൺസൂൺ. സൈക്ലോൺ ആൻറ്റി സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് വിൻഡ്സ്. ഓക്കെ, റൊട്ടേറ്റിംഗ് സിസ്റ്റം ഓഫ് വിൻഡ്സ് ആണ് സൈക്ലോൺ അല്ലേ. അപ്പം സൈക്ലോണും ആൻറ്റി സൈക്ലോണും രണ്ട് സൈക്ലോൺ തന്നെയാണ്. സൈക്ലോൺ ഇസ് എ സിസ്റ്റം ഓഫ് വിൻഡ്സ് വിച്ച് ബ്ലോസ് ഇൻവേർഡ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ വരാണെങ്കിൽ ആ സൈക്ലോൺ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ടു ബി സൈക്ലോൺ. എന്നാൽ വിൻഡ് ബ്ലോസ് ഔട്ട്വേർഡ് ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദിസ് ഈസ് കോൾഡ് ആൻറ്റി സൈക്ലോൺ. അപ്പം ഇത് സൈക്ലോൺ ആണെങ്കിൽ, നോർമൽ സൈക്ലോൺ ആണെങ്കിൽ ലോ പ്രഷർ റീജിയൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോർമൽ സൈക്ലോൺ ആണെങ്കിൽ ലോ പ്രഷർ റീജിയൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. അപ്പോൾ എന്താ ലോ പ്രഷർ റീജിയൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുകളിൽ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഹൈ പ്രഷറിലുള്ള എന്ത് വരും? ഇവിടെ നമ്മളെ മഴ ക്ലൗഡ്സ് എല്ലാം ഉണ്ടല്ലോ, ക്ലൗഡ്സ് മഴ പെയ്യിക്കും, വാട്ടർ അടിയിലോട്ട് വരും അല്ലേ. അപ്പം കോസസ് റെയിൻഫോൾ ആൻഡ് സ്റ്റോം. നേരെ തിരിച്ച് ആൻറ്റി സൈക്ലോണിൽ ചെയ്താൽ ഇവിടെ ലോ പ്രഷർ ആണെങ്കിൽ ഇവിടെ ഹൈ പ്രഷർ, എയർ റൈസസ് ആണെങ്കിൽ ഇവിടെ എയർ ഡിസൻസ്, വിൻഡ് ബ്ലോസ് ഇൻവേർഡ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഔട്ട്വേർഡ് ആൻഡ് ക്ലോക്ക് വൈസ്. കോസസ് റെയിൻഫോൾ ആൻഡ് സ്റ്റോംസ്, കോസസ് ക്ലിയർ ആൻഡ് ഡ്രൈ വെതർ.
3 മാർക്കിന് ചോദിച്ചാൽ എഴുതാനുള്ളതുണ്ട്. ഇനി ഓസോണും ഗ്രീൻ ഹൗസ് ഗ്യാസസും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഗ്ലോബൽ വാർമിംഗ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇമ്പാക്ട് ഓൺ ഗ്ലോബൽ ക്ലൈമറ്റ് പ്രൊവൈഡ് എക്സാമ്പിൾസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ റീസൺ ഫോർ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ സജസ്റ്റ് 2 ഇനിഷ്യേറ്റീവ് ടു പ്രിവെന്റ് ദിസ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓസോൺ ലെയർ റീസൺ ഫോർ ഇറ്റ്സ് ഡിപ്ലീഷൻ 8 മാർക്കിന് വേറൊരു ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഓസോൺ ലെയർ ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് 3 മാർക്കിൽ കണ്ടിട്ടുണ്ട്. അപ്പം മാസ്റ്റർ ആൻസർ എല്ലാത്തിനും കൂടി ഒരു ഒറ്റ ആൻസർ. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താ? Natural processes where gases like carbon dioxide, methane, nitrogen dioxide traps heat in atmosphere. Okay, അപ്പോൾ ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡും മീത്തേനും എന്താ ചെയ്യുന്നത്? ഇവർ ഹീറ്റിനെ ട്രാപ്പ് ചെയ്യും. ഈ ഹീറ്റ് ഈസ് നെസസറി ഫോർ മെയിൻറ്റെയിനിങ് ലൈഫ്. ഓക്കെ, ദിസ് കീപ്സ് എർത്ത്സ് ടെമ്പറേച്ചർ സ്യൂട്ടബിൾ ഫോർ ലൈഫ്. ഓക്കെ, അപ്പം ഹീറ്റ് ഒരളവിന് ഹീറ്റ് വേണം, എന്നാലേ ലൈഫ് ഉണ്ടാവുള്ളൂ നമ്മളെ എർത്തിൽ. എന്നാൽ എക്സസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താ ചെയ്യുക? മോർ ഹീറ്റ് ട്രാപ്പ് ചെയ്യും അല്ലേ? ഹീറ്റ് ട്രാപ്പ് ചെയ്താലല്ലേ ഹീറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ എക്സസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ അതിനനുസരിച്ച് കൂടുതൽ ഹീറ്റ് ട്രാപ്പ് ചെയ്യും. അപ്പം ഇറ്റ് ലീഡ്സ് ടു ടെമ്പറേച്ചർ റൈസ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. എർത്ത് ടെമ്പറേച്ചർ കൂടും, എർത്തിൻ്റെ മൊത്തം ടെമ്പറേച്ചറും കൂടും. മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ, നൈട്രസ് ഓക്സൈഡ് ആണ് N2O, നൈട്രജൻ ഡൈ ഓക്സൈഡ് അല്ല, അത് NO2. വാട്ടർ വേപ്പർ, ക്ലോറോഫ്ലോറോ കാർബൺസ്, ഇതെല്ലാം മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഇനി ഗ്ലോബൽ വാർമിംഗ് എന്താ? ഈസ് ദ അബ്നോർമൽ റൈസ്, നോർമൽ അല്ല, അബ്നോർമൽ റൈസ് ഇൻ ദ ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ ഡ്യൂ ടു ഇൻക്രീസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രസൻസ് കോസസ് ക്ലൈമറ്റ് ചേഞ്ച്, മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സ്, സീ ലെവൽ റൈസ് ആൻഡ് എക്സ്ട്രീം വെതർ. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ അല്ലേ? ഇനി ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്താ? ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതിന് ആദ്യം ഓസോൺ ലെയർ എന്താണെന്ന് പറയണം. ഓസോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ട്രാറ്റോസ്ഫിയറിൽ ആണ് കാണുന്നതെന്ന് പറഞ്ഞില്ലേ ഓസോൺ എന്ന് പറഞ്ഞൊരു ലെയറുണ്ട്. ഈ ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സൺലൈറ്റിൻ്റെ ഹാംഫുൾ റേഡിയേഷനെ UV റേഡിയേഷനെ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ ഒരു ലെയർ നമ്മളെ സ്ട്രാറ്റോസ്ഫിയറിൽ ഇങ്ങനെ ബ്ലാങ്കറ്റ് പോലെ മൂടിയിട്ട് നമ്മളെ എർത്തിൽ നിന്ന് ഹാംഫുൾ റേസ് ഓഫ് ദി സണ്ണിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യുക? നമ്മൾ ഈ പൊല്യൂഷനും പൊല്യൂഷൻ എന്തോ ആവാല്ല, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഓരോ ഇൻഡസ്ട്രിയൽ പൊല്യൂഷനൊക്കെ കാരണം നമ്മൾ ഗ്യാസസ് ലൈക്ക് ക്ലോറോഫ്ലൂറോ കാർബൺസ്, ക്ലോറിന്, ബ്രോമിന് അതൊക്കെ റിലീസ് ചെയ്യാണ്. ഈ ക്ലോറിനും ബ്രോമിനും ഒക്കെ ഉണ്ടാവല്ലോ, വിച്ച് ആർ റിലീസ് ഫ്രം ക്ലോറോഫ്ലൂറോ കാർബൺസ് ആൻഡ് അതർ ഹേലൻസും ഫ്രീയൻസും അങ്ങനത്തെ ഗ്യാസസ് എന്നെല്ലാം റിലീസ് ചെയ്യുന്ന ക്ലോറിനും ബ്രോമിനും എല്ലാം പോയി എന്ത് ചെയ്യും? ഓസോണിനെ പോയി നശിപ്പിക്കും, ഓസോണിനെ പോയി ഡിസ്ട്രോയ് ചെയ്യും, ഓസോൺ ഗ്യാസസിനെ. അപ്പം സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രോയ് ചെയ്താൽ ഇവിടെ എല്ലാം ഇറ്റ് ലീഡ്സ് ടു തിന്നിങ് ഓഫ് ഓസോൺ ലെയർ മെല്ലെ മെല്ലെ തിന്ന് ചെയ്ത് ഇവിടെ എല്ലാം ഹോൾസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആ വഴിക്കൂടെ നമ്മളെ UV റേഡിയേഷൻ കയറാൻ തുടങ്ങും. ആ UV റേഡിയേഷൻ നമ്മുടെ സ്കിന്നിലൊക്കെ അടിച്ചാൽ ക്യാൻസറും ബാക്കി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ 22 to 25 കിലോമീറ്റർ. ശരിക്കുള്ളത് നമ്മൾ അവിടെ പോയി നോക്കിയാൽ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അബ്സോർബ്സ് harmful UV radiation. Okay, it protects human from skin cancer. Kanda ozone layer na main important എന്ന് പറഞ്ഞാൽ it protects us from harmful UV radiation which causes skin cancer, cataracts and protects plants and oceans. ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ കോസസ് എന്താ? ഈ ക്ലോറോഫ്ലൂറോ കാർബൺസ്, അതിന് ക്ലോറിനും ഫ്ലോറിനും വരുന്നുണ്ട്, ഹാലൻസ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഇൻഡസ്ട്രിയൽ എമിഷൻസ്. ദീസ് കെമിക്കൽസ് ബ്രേക്ക് ഡൗൺ ഓസോൺ മോളിക്യൂൾസ്. പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഇമാർ എല്ലാം ബ്രേക്ക് ഡൗൺ ദ ഓസോൺ മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ വിച്ച് ലീഡ്സ് ടു തിന്നിങ് ഓഫ് ദ ലെയർ, ഓസോൺ ലെയർ, ആൻഡ് ദിസ് ഇസ് വിച്ച് ഓൾസോ റിസൾട്ട് ഇൻ ഓസോൺ ഹോൾ. ഓസോൺ ഹോളിൽ കൂടെ ആര് വരും? UV റേസ് കടന്നു വരും. പ്രിവെൻഷൻ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ഓസോൺ ലെയർ ഡിപ്ലീഷന്? ഓക്കെ, റെഡ്യൂസ് യൂസ് ഓഫ് എയറോസോൾ സ്പ്രേസ് ആൻഡ് AC കൂളൻ. നമ്മൾ CFCs എങ്ങനെയാണ് എമർജ് ചെയ്യുന്നത് അറിയാമോ? ഈ AC കൂളൻറ്റിനും എയറോസോൾ സ്പ്രേയിന്നും ഈ ഓൾഡ് റെഫ്രിജറേറ്റേഴ്സിനും AC നിന്നൊക്കെയാണ് CFCs എല്ലാം വരുന്നത്. സപ്പോർട്ട് എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ്, അവോയ്ഡ് പ്രോഡക്ട്സ് കണ്ടെയ്നിങ് CFC. ഓക്കെ, നമ്മൾ എനിക്ക് തോന്നുന്നു മോൺട്രിയൽ പ്രോട്ടോക്കോളോ അങ്ങനെ എന്തോ വരുന്നത്, അവന്മാർ കംപ്ലീറ്റ് ബാൻ ഓഫ് CFC ആണ് പറഞ്ഞേക്കുന്നത്. കംപ്ലീറ്റ് ബാൻ ഓഫ് CFC ആണ് പറഞ്ഞേക്കുന്നത്. എന്താണ് കാരണം ഈ CFC നമ്മൾ ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യല്ലേ. ഇനി ഹൈഡ്രോസ്ഫിയറും ബയോസ്ഫിയറും ഭയങ്കര എളുപ്പമാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹൈഡ്രോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ ഇൻ ഡീറ്റെയിൽ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മേജർ ഫീച്ചേഴ്സ് ഓഫ് ഹൈഡ്രോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ ഇൻ ഡീറ്റെയിൽ 2 ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിന്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം. ഹൈഡ്രോസ്ഫിയർ ഇൻക്ലൂഡ്സ് all forms of water on earth.
ഓഷ്യൻസ്, സീസ്, റിവേഴ്സ് എല്ലാ വാട്ടർ ബോഡിയും കൂടി ഒരുമിച്ച് കൂടിയ അതിനാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് 71% ഓഫ് എർത്ത് സർഫസ്. നമ്മൾ പറഞ്ഞില്ലേ 2/3 ഓഫ് എർത്ത് എന്ന് പറയുന്ന വാട്ടർ ആണെന്ന്, അതാ പറഞ്ഞത്. 71% ഓഫ് എർത്ത് സർഫസ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓഷ്യൻ ഹോൾഡ് 97% ഓഫ് ദി ടോട്ടൽ വാട്ടർ. നമ്മൾ ഈ ഉപയോഗിക്കുന്ന നമ്മൾ റിവേഴ്സ് സ്ട്രീംസ് അതിലെല്ലാം ആകെ 3% ആണുള്ളൂ. ബാക്കി 97% കാണുന്നത് എന്താ, നമ്മളെ ഓഷ്യൻസിലാണ്. ബാക്കി 97% വാട്ടർ ഓഷ്യനിലാണുള്ളത്. റെഗുലേറ്റ്സ് ദ ക്ലൈമറ്റ് ത്രൂ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഹൈഡ്രോസ്ഫിയർ എന്താ ചെയ്യുന്നത്, ഹൈഡ്രോസ്ഫിയറിലുള്ള വാട്ടർ ബോഡീസ് എല്ലാം കൂടിയിട്ടാണ് ഇറ്റ് റെഗുലേറ്റ്സ് ദ ക്ലൈമറ്റ് ത്രൂ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ വാട്ടർ സൈക്കിൾ ലൈക്ക് ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ. ആ വാട്ടർ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഹൈഡ്രോസ്ഫിയർ എസെൻഷ്യലാണ്. ഇറ്റ് സപ്പോർട്ട്സ് മറൈൻ ഇക്കോസിസ്റ്റംസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ബയോസ്ഫിയർ എന്ന് പറയുന്നത് എന്താ, ലൈഫ് ഫോംസ് അല്ലേ. ബയോസ്ഫിയർ ഇൻക്ലൂഡ്സ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്സ് സപ്പോർട്ടിങ് ലൈഫ്. 3 parts ഓഫ് ബയോസ്ഫിയർ. ബയോസ്ഫിയറിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ആരാ, ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ലിതോസ്ഫിയർ നമ്മൾ പറഞ്ഞില്ലേ, സോയിൽ ലെയർ സപ്പോർട്ടിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഹൈഡ്രോസ്ഫിയർ അക്വാട്ടിക് ലൈഫ്. അറ്റ്മോസ്ഫിയർ എയർ വിച്ച് ഇസ് യൂസ് ഫോർ റെസ്പിറേഷൻ ആൻഡ് ക്ലൈമറ്റ് ബാലൻസ്. അപ്പോൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ബയോസ്ഫിയറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ബയോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബയോസ്ഫിയറിലുള്ള അറ്റ്മോസ്ഫിയറിനെ കുറിച്ചുള്ള ലെയേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ലിത്തോസ്ഫിയറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന റോക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹൈഡ്രോസ്ഫിയർ അല്ലാതെ തന്നെ നമ്മളൊരു ഫീച്ചറായിട്ട് പറഞ്ഞു. ഇനി ബയോസ്ഫിയറിൻ്റെ ഫീച്ചേഴ്സ് എന്താ, ഓൺലി റീജിയൻ വെയർ ലൈഫ് എക്സിസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് മെയിൻറ്റെയിൻസ് ecological balance through nutrient cycles. ഗ്രൂപ്പ് 7 ക്രൈസിസ് കൗൺസിലിംഗ് വെച്ച് നമ്മൾ പറഞ്ഞല്ലോ. ക്രൈസിസ് കൗൺസിലിംഗ് വേറെ തന്നെയാണ്. പിന്നെ എമർജൻസി പ്രിപ്പയർനെസ്, ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, എമർജൻസി പ്രിപ്പയർനെസ് റെസ്പോൺസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പറയുന്നത്. സിമിലർ ക്വസ്റ്റൻസ് എന്തൊക്കെയാണ്, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ക്രൈസിസ് കൗൺസിലിംഗ്, ഐഡൻറ്റിഫൈ ദ നെസസിറ്റി ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ക്രൈസിസ് കൗൺസിലിംഗ് ആൻഡ് വാട്ട് ആർ ദ നീഡ്സ് ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ്. ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് റെസ്പോൺസ് നമ്മൾ എന്താ, ഒരെണ്ണം ബിഫോർ നടക്കുന്നത്, ഒരെണ്ണം ആഫ്റ്റർ നടക്കുന്നത്, അതാണ് മെയിൻ പോയിന്റ്. ഇനി ക്രൈസിസ് കൗൺസിലിംഗ് എന്താ, ക്രൈസിസ് കൗൺസിലിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് ഇമോഷണൽ, മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് ടു ഡിസാസ്റ്റർ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതാണ്. ഇറ്റ് റെഡ്യൂസസ് ഫിയർ, ഷോക്ക്, ആൻസൈറ്റി, ട്രോമ ആൻഡ് ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ കൺട്രോൾ. നീഡ് ഫോർ ക്രൈസിസ് കൗൺസിലിംഗ്. Crisis counseling reduces pain and confusion. It prevents severe mental health problems. It helps victims cope with loss and it encourages stability and rational decision making. കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് എല്ലാം തിരിച്ചു കൊണ്ടുവരാനില്ല. ഇല്ലെങ്കിൽ അവർ ആങ്സൈറ്റി ഇതെല്ലാം കാരണം അവർ വിൽ ബി ഇൻഡിസൈസീവ്, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ചാടി തീരുമാനമൊക്കെ എടുക്കുന്നു നമ്മൾ പറയില്ല. അതെ. പിന്നെ സപ്പോർട്ട്സ് ലോങ് ടേം റിക്കവറി. എന്തായാലും ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ അത് നമ്മളെ ഉള്ളിൽ എപ്പോഴും മറിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് വേഴ്സസ് ഡിസാസ്റ്റർ റെസ്പോൺസ്. ഞാൻ പറഞ്ഞില്ലേ, പ്രിപ്പയർനെസ് എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റീസ് വിച്ച് ഒക്കേഴ്സ്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് വിച്ച് ഹാപ്പൻസ് ബിഫോർ ഡിസാസ്റ്റർ ആൻഡ് ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ദ ഡിസാസ്റ്റർ റെസ്പോൺസിൽ വരും. ഇനി പ്രിപ്പയർനെസ് ആണെങ്കിൽ നമ്മൾ എന്തിനാണ് പ്രിപ്പയർനെസ് ചെയ്യുന്നത്, റെഡി ആവാൻ വേണ്ടിയിട്ട്. ഒരു ഡിസാസ്റ്റർ വരുന്നതിന് അതിനെ താങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സ്റ്റെപ്പ് ചെയ്യുന്നത്. റെസ്പോൺസിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ടു സേവ് ലൈഫ്. പ്രിപ്പയർനെസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്, ഡ്രിൽസ്, പ്ലാനിങ്, ട്രെയിനിങ്, സ്റ്റോക്ക് പൈലിംഗ്, റിസോഴ്സസ് എല്ലാം ഇങ്ങനെ സ്റ്റോക്ക് പൈൽ ചെയ്ത് വെക്കും. അതായത് തീരാതിരിക്കാൻ വേണ്ടിയിട്ട്. അഥവാ ഒരു ഡിസാസ്റ്റർ വന്നാൽ പിന്നെ നമുക്ക് ബേസിക് നെസസിറ്റീസ് ഒന്നും പോയി മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആദ്യം തന്നെ സ്റ്റോക്ക് പൈൽ ചെയ്ത് വെക്കുകയാണ്. റെസ്പോൺസിൽ എന്തൊക്കെയാണ് വരുന്നത്, റെസ്ക്യൂ, ഫസ്റ്റ് എയ്ഡ്, സെർച്ച് ആൻഡ് റിലീഫ്, ഡിസ്ട്രിബ്യൂഷൻ. Preparedness reduces the impact of the disaster, അല്ലേ. ആൻഡ് റെസ്പോൺസ് എന്താണ്, മാനേജസ് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആഫ്റ്റർ ദ ഡിസാസ്റ്റർ ഹാസ് ഒക്കേർഡ്. ഇനി 3 മാർക്ക് ഷോർട്ട് ആൻസർ നമ്മൾ കഴിയാറായി. സിമിലർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വന്ന് നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സൈക്ലോൺസ് ആൻറ്റി സൈക്ലോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എക്സ്പ്ലെയിൻ ടേംസ് വൾണറബിലിറ്റി ആൻഡ് എക്സ്പോഷർ, വാട്ട് ആർ ഡിസാസ്റ്റേഴ്സ് ആൻഡ് വാട്ട് ആർ ദ കോസസ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ മേജർ റീസൺസ് ഫോർ ഓസോൺ ഡിപ്ലീഷൻ, എക്സ്പ്ലെയിൻ ദ റെലവൻസ് ആൻഡ് അഡ്വേഴ്സ് എഫക്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഡിസ്കസ് 2 types of monsoon in Indian subcontinent, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അക്സെപ്റ്റബിൾ റിസ്ക് ആൻഡ് റെസിഡ്യൂവൽ റിസ്ക്. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ ലോങ് ആൻസറിൽ പറഞ്ഞാണ്. സ്റ്റേറ്റ് ദ കോമ്പോസിഷൻ ഓഫ് ലിത്തോസ്ഫിയർ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ബയോസ്ഫിയർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് കമ്പണൻസ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. റോൾ ഓഫ് ഓസോൺ ലെയർ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഗ്രീൻ ഹൗസ് എഫക്റ്റും ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്.
3 മാർക്കിന്. അപ്പം സൈക്ലോൺ ആൻറ്റി സൈക്ലോൺ പറഞ്ഞു. സൈക്ലോൺ എന്ന് പറയുമ്പോൾ ലോ പ്രഷറാണ്, ഇൻവേർഡ് വിൻഡാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രിങ് സ്റ്റോംസ് ആൻഡ് ഹെവി റെയിൻസ്. സൈക്ലോൺ അകത്തോട്ടായിരിക്കും കൊണ്ടുവന്നത്, റെയിൻസിനെല്ലാം കൊണ്ടുവരുന്നത്. എന്നാൽ ഇവിടെയാണെങ്കിലോ ഹൈ പ്രഷർ റീജിയൻ ആണ്, അതുകൊണ്ട് ഔട്ട്വേർഡ് വിൻഡാണ് ആൻഡ് ഓൾസോ ബ്രിങ് ക്ലിയർ ആൻഡ് ഡ്രൈ വെതർ. വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വീക്ക്നെസ് ദാറ്റ് ഇൻക്രീസസ് ഇമ്പാക്ട്. സോഷ്യൽ എന്താ വൾണറബിലിറ്റി ഉണ്ട്, നമ്മൾ പറഞ്ഞില്ലേ മറ്റേ കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്നെല്ലാം പറഞ്ഞാൽ. ഫിസിക്കൽ വൾണറബിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പർ വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ബിക്കോസ് എന്താണ് വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഫിസിക്കൽ ഇതാണ്. എക്കണോമി എന്ന് പറയുമ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വീട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, സ്ട്രെങ്ത് ഉള്ള വീട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്താ, പീപ്പിൾസ് അല്ലെങ്കിൽ അസറ്റ്സ് ഇൻ ദ ഹസാർഡ് സോൺ. ഹസാർഡ് പ്രോൺ സോണിൽ ഈ പീപ്പിളോ അസറ്റോ പ്രോപ്പർട്ടീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായും, ദേ ആർ മോർ എക്സ്പോസ് ടു ഡിസാസ്റ്റർ അല്ലേ. കാരണം മോർ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ലോസും ഉണ്ടാവും, ഹയർ പൊട്ടൻഷ്യൽ ലോസിന് കാരണമാവും. ഡിസാസ്റ്റർ ആൻഡ് കോസസ്. വാട്ട് ഇസ് എ ഡിസാസ്റ്റർ? ഡിസാസ്റ്റർ ഇസ് ദ സിവിയർ ഡിസ്റപ്ഷൻ ബിയോണ്ട് ദ കോപ്പിംഗ് കപ്പാസിറ്റി. നാച്ചുറൽ കോസ് ഉണ്ട്, ഫ്ലഡ്, സൈക്ലോൺ, എർത്ത്, മാൻമെയ്ഡ് കോസസ് എന്തൊക്കെ, കെമിക്കൽ ലീക്സ്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്, ഇത് കാരണവും ഡിസാസ്റ്റർ ഉണ്ടാകുന്നു. നമ്മൾ മറ്റേ ഭോപ്പാൽ ട്രാജഡി ഈസ് എ ഡിസാസ്റ്റർ. ലീഡ്സ് ടു ലോസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി. ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ ഡിപ്ലീഷൻ എങ്ങനെയെന്ന് പറഞ്ഞല്ലോ, ഓസോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ലെയർ ഉണ്ട്. ആ ഓസോൺ എന്താണ് നമ്മളെ ഈ ഹാംഫുൾ ഗ്യാസസ് ലൈക്ക് ക്ലോറോഫ്ലോറോ കാർബൺസ്, അതിലുള്ള ക്ലോറിനും ബ്രോമിനും എല്ലാം പോയി നമ്മളെ ഈ ഹാംഫുൾ ഗ്യാസസ് ഉണ്ടല്ലോ, ക്ലോറോഫ്ലോറോ കാർബൺസ്, ഹാലൻസ്, ഫ്രിയോൺസ്, ഇവന്മാരെല്ലാവരും പോയി നമ്മൾ ഓസോൺ ലെയറിനെ ഡിസ്ട്രോയ് ചെയ്യും, ഓസോൺ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ഓസോൺ ലെയറിൽ നിന്ന് ഇപ്പം ഓസോൺ പാർട്ടിക്കിൾസ് ഇല്ല നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നു, യു വി റേഡിയേഷൻ ആ ഹോൾസിൽ കൂടെ വരുന്നു. കോസ് ബൈ CFC, സാലോൺസ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ്. These gases break down ozone molecules, resulting in the thinning of ozone layer. അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ is the thinning of ozone layer, leads to more UV reaching the earth. UV radiation causes cancer ഒക്കെ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞാലേ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് അഡ്വേഴ്സ് എഫക്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണ്? ട്രാപ്പ് ഹീറ്റ് അല്ലേ. ട്രാപ്പ് ഹീറ്റ് ഒരു പരിധി വരെ നമുക്ക് ഹീറ്റ് വേണം ടു സസ്റ്റെയിൻ ലൈഫ്. ട്രാപ്പ് ഹീറ്റ് പക്ഷേ കൂടുതൽ ഹീറ്റ് ട്രാപ്പ് ചെയ്താൽ ഇറ്റ് ലീഡ്സ് ടു ടെമ്പറേച്ചർ ഇൻക്രീസ് വിച്ച് റിസൾട്ട്സ് ഇൻ ഗ്ലോബൽ വാർമിംഗ്, കോസസ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എക്സ്ട്രീം വെതർ. ഇറ്റ് ലീഡ്സ് ടു സീ ലെവൽ റൈസ് ആൻഡ് അഫക്റ്റ് ഇക്കോസിസ്റ്റംസ് ആൻഡ് അഗ്രികൾച്ചർ. മൺസൂൺസ് രണ്ട് രീതിയിൽ പറഞ്ഞു, സൗത്ത് വെസ്റ്റും ഇങ്ങനെ ഇതാണ്, അതായത് നോർത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റ് മൺസൂണും. ഓക്കെ, സൗത്ത് വെസ്റ്റ് മൺസൂണാണ് നമ്മളെ കേരളത്തിൽ കാണുന്ന മൺസൂണ്. സൗത്ത് വെസ്റ്റ് മൺസൂണാണ് കേരളത്തിൽ കാണുന്നത്. ജൂൺ ടു സെപ്റ്റംബർ ലോങ്ങസ്റ്റ് ഡ്യൂറേഷനാണ്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണെങ്കിൽ ഒക്ടോബർ ടു ഡിസംബർ സ്ലോട്ടിലേ ഉണ്ടാവുള്ളൂ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ബ്രിങ്സ് മേജർ റെയിൻഫോൾ ടു ഇന്ത്യ അല്ലേ. ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോവുകയല്ലേ ചെയ്യുന്നത്, സത്യം പറഞ്ഞാൽ പ്രഷർ കൂടിയ കാരണം വിൻഡ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിങ്സ് റെയിൻഫോൾ ടു തമിഴ്നാട്. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ബ്രിങ്സ് റെയിൻഫോൾ ടു തമിഴ്നാട്. ആക്സെപ്റ്റബിൾ വേഴ്സസ് റെസിഡ്യുവൽ റിസ്ക്. അത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ആക്സെപ്റ്റബിൾ റിസ്ക് എന്താണ്? ഇറ്റ് ഈസ് ദ ടോളറബിൾ റിസ്ക് ലെവൽ. റെസിഡ്യുവൽ റിസ്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഓവർ റിസ്ക് ആഫ്റ്റർ മിറ്റിഗേഷൻ. ഓക്കെ, എല്ലാ മിറ്റിഗേഷൻ ചെയ്തതിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ലെഫ്റ്റ് ഓവർ റിസ്ക് അത് നമുക്ക് തടയാൻ കഴിയില്ല, കാരണം നമ്മൾ തടയാൻ പറ്റുന്നത് അത്ര നമ്മൾ തടഞ്ഞു. അതിനാണ് റെസിഡ്യുവൽ റിസ്ക് എന്ന് പറയുന്നത്. റെസിഡ്യുവൽ റിസ്ക് കാൺ ബി എലിമിനേറ്റഡ് ഫുള്ളി. ഇറ്റ് നീഡ്സ് മോണിറ്ററിങ് ആൻഡ് പ്രിപ്പയർഡ്നെസ്. കോമ്പോസിഷൻ ഓഫ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിൽ നമുക്ക് എന്താണ്, റോക്സ്, മിനറൽസ്, സോയിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. മേജർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, അയൺ. ഓക്കെ, ലിത്തോസ്ഫിയറിലുള്ള റോക്സ് ആണ് ഇഗ്നിയസ്, മെറ്റമോർഫിക് ആൻഡ് സെഡിമെന്ററി. ഓക്കെ, ലിത്തോസ്ഫിയർ എന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ക്രസ്റ്റ്, കോറ് മാൻഡിൽ ക്രസ്റ്റ് അല്ലേ. അതിൽ അപ്പർ മാൻഡിലും ക്രസ്റ്റുമാണ് കൊണ്ടാണ് നമ്മൾ ലിത്തോസ്ഫിയർ ഉണ്ടാക്കിയിരിക്കുന്നത്. മേജർ എലമെൻറ്റ്സ് ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, അയൺ, ഓൾസോ കാൽഷ്യം, സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം ഉണ്ട്. ഫോംസ് ദ എർത്ത് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. പറഞ്ഞു. ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ വെർ ഓൾ ലിവിങ് ഓർഗാനിസംസ് എക്സിസ്റ്റ്. സോൺ വെർ ലൈഫ് എക്സിസ്റ്റ് ഇൻക്ലൂഡ്സ് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. അപ്പം ബയോസ്ഫിയർ ആണ് നമ്മളെ ഓൾ ആൻഡ് ഓൾ. ഓക്കെ, അതിൽ വരുന്നതാണ് നമ്മളെ ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും അല്ല, അറ്റ്മോസ്ഫിയറിലുള്ള ട്രോപ്പോസ്ഫിയറും അതെല്ലാം. ഇനി സപ്പോർട്ട്സ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് മൈക്രോബ്സ്, മെയിൻറ്റെയിൻസ് ഇക്കോളജിക്കൽ ബാലൻസ്. റോൾ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ലെയർ എന്തിനാണ്? അബ്സോർബ്സ് എ ഹാർംഫുൾ UV റേഡിയേഷൻ അല്ലേ. ഓസോൺ ലെയർ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലുണ്ടെങ്കിൽ ഇറ്റ് അബ്സോർബ്സ് ഹാർംഫുൾ UV റേഡിയേഷൻ. ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം ക്യാൻസർ. ഇവിടെ ഹോളൊന്നും ഇല്ലെങ്കിൽ ഇറ്റ് പ്രൊട്ടക്ട്സ് UV റേഡിയേഷൻ. ഇറ്റ് ബ്ലോക്സ് ദ UV റേഡിയേഷൻ, ദസ് പ്രൊട്ടക്ട്സ് ഫ്രം ക്യാൻസർ ആൻഡ് ബ്ലൈൻഡ്നെസ്. ഇറ്റ് പ്രൊട്ടക്ട്സ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇനി ലാസ്റ്റ് ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്യാസസും. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണ്? നാച്ചുറൽ ഹീറ്റ് ട്രാപ്പിംഗ് ഓഫ് ദ ഗ്യാസ് ആണ്. ഓക്കെ,
എന്നാൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ടെമ്പറേച്ചർ അല്ലേ ആൻഡ് ടു സസ്റ്റെയിൻ ലൈഫ്. പക്ഷേ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേന്, നൈട്രസ് ഓക്സൈഡ്, വാട്ടർ വേപ്പർ എക്സെട്ര. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇമ്പോർട്ടൻ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് നല്ലതാണ്. പക്ഷേ കൂടുതൽ ഗ്യാസസ് വന്നാൽ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് വന്നാൽ ടെമ്പറേച്ചർ, ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്ന കൂടും, ടെമ്പറേച്ചർ കൂടും, വിച്ച് ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ മൊഡ്യൂൾ 1 കുറിച്ച്. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, നമ്മൾ KTU നോട്ട്സ് മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ നോട്ട്സാണ് ഇത്. അപ്പം നിങ്ങൾ വീണ്ടും KTU നോട്ട്സ് നോക്കേണ്ട കാര്യമില്ല, ഇത് മാത്രം നോക്കി പോയാൽ മതി, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വീഡിയോസ് ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.